നിരയൊത്ത പല്ലുകളും നല്ല ചിരിയും എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? നിര തെറ്റിയതും പൊങ്ങിയതുമായ പല്ലുകൾ ശരിയാക്കിയെടുക്കാൻ പണ്ട് മുതൽക്കേ കമ്പി ഇടുന്നത് മാത്രമായിരുന്നു ഒരു പരിഹാരം. എന്നാൽ ഇന്ന് ടെക്നോളജി വളർന്നതോടെ കമ്പി ഇടാതെ തന്നെ പല്ലുകൾ നേരെയാക്കാനുള്ള മാർഗങ്ങൾ നിരവധിയാണ്. അത്തരമൊരു ചികിത്സാ രീതിയാണ് ക്ലിയർ അലൈനേഴ്സ് അഥവാ ഇൻവിസിബിൾ ബ്രേസസ്. പേര് പോലെ തന്നെ ഈ ക്ലിപ്പുകൾ വായിൽ വെച്ചാൽ അറിയാത്ത തരം ക്ലിപ്പുകളാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ സുദർശൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ക്ലിയർ അലൈനേഴ്സിനെ പറ്റിയാണ്. ക്ലിയർ അലൈനേഴ്സ് ഏതൊക്കെ ആൾക്കാരിൽ വെക്കാം, എത്ര ഡ്യൂറേഷൻ വെക്കണം, എന്താണ് ഇതിന്റെ ചിലവ്, ഇവയെല്ലാം അറിയാനായി ഈ വീഡിയോ മുഴുവനായി കാണുക. പല്ലിൽ കമ്പി ഇടാതെ നേരെയാക്കാൻ പറ്റുമോ എന്ന് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പല്ലുകൾ നേരെയാക്കാൻ സാധിക്കുന്നത്. ഇതിനെ നാം ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയും. ഇതാണ് ക്ലിയർ അലൈനേഴ്സ്. ഇത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ക്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ. ഇതിന്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം. ആദ്യം പേഷ്യന്റിന്റെ ഒരു 3D സ്കാൻ എടുക്കും, അതായത് ഇൻട്രാ ഓറൽ സ്കാൻ ചെയ്യും. അതിനുശേഷം സ്കാൻ റിപ്പോർട്ട് നമ്മൾ ലാബിൽ സെൻഡ് ചെയ്യും. അപ്പോൾ ലാബ് നമുക്ക് ഒരു വീഡിയോ പ്രസന്റേഷൻ അയച്ചു തരും. ഈ വീഡിയോ പ്രസന്റേഷനിൽ ഇപ്പോഴത്തെ അവസ്ഥ തൊട്ട് ഇനി എങ്ങനെ കറക്ഷൻ നടക്കും, അതുപോലെ ഇതിന്റെ ലാസ്റ്റ് റിസൾട്ട് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇതുപോലെ 20 മുതൽ 40 ട്രേസ് വരെ കാണും ഒരു സെറ്റിലും. ഓരോ പേഷ്യൻസിനും ഇത് കസ്റ്റമൈസ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 3D പ്രിന്റിങ്ങും ഡിജിറ്റൽ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഓരോ പേഷ്യന്റിനും കസ്റ്റമൈസ് ചെയ്താണ് ട്രേസ് വരുന്നത്. ഇതിന്റെ കൂടെ ഒരു വെയർ ഷെഡ്യൂൾ ഉണ്ടാകും. അതായത് നമ്മൾ ഇത് എത്ര നാള് ഒരു ട്രേ വെക്കണം, അതിനുശേഷം അടുത്ത ട്രേസ് എപ്പോൾ വെക്കണം, ഇതെല്ലാം അടങ്ങിയ ഒരു ഷെഡ്യൂള് നമുക്ക് ഇതിന്റെ കൂടെ തരുന്നതായിരിക്കും. സാധാരണ 2 ആഴ്ച വരെയാണ് ഒരു സെറ്റ് ഓഫ് ട്രേസ് വെക്കാറ്. അപ്പോൾ അത് കഴിയുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് ട്രേസ് വയ്ക്കണം. ഇത്തരം ട്രേസ് എല്ലാം പേഷ്യന്റിന് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യന്റിന് തന്നെയാണ് ഇത് തിരിച്ചു മാറ്റി വെക്കേണ്ടത്. ഇതിനായി 3D പ്രിന്റിങ്ങും ഡിജിറ്റൽ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? ഇത് ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ വായിൽ വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് അറിയാൻ സാധിക്കുന്നില്ല, ഇത് വായിൽ ഇരിക്കുന്നുണ്ടെന്നുള്ളത് പോലും. അതുപോലെ തന്നെ ഇത് റിമൂവബിൾ ആണ്, നമുക്ക് എടുത്ത് മാറ്റി വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, കാരണം ഇത് ആഹാരം കഴിക്കാൻ സമയമാകുമ്പോൾ നമ്മളിത് മാറ്റി വെച്ചിട്ടാണ് ആഹാരം കഴിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഫുഡ്സും കഴിക്കാം. മുത്തുകമ്പി ഇടുന്ന സാഹചര്യങ്ങളിൽ ഹാർഡായിട്ടുള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. എന്നാൽ അലൈനേഴ്സ് ഇടാൻ പറയുമ്പോൾ നമ്മൾ ഫുഡ് റെസ്ട്രിക്ഷൻസ് പറയാറില്ല. ഏത് ഫുഡ്സ് വേണമെങ്കിലും അവർക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അലൈനേഴ്സ് തിരിച്ച് വെക്കാവുന്നതാണ്. മുത്തുക്കമ്പി ആയാലും അതുപോലെ ഒറ്റക്കമ്പി ആയാലും നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. എന്നാൽ അലൈനേഴ്സ് ചെയ്യുന്ന ആൾക്കാരിൽ അത് കാണാറില്ല. അതുപോലെ തന്നെ ഇതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സിന് മന്ത്ലി വരേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് തന്നെ ഇത് ട്രേസ് തന്നു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ അത് മാറ്റി വെക്കാവുന്നതാണ്. അതുപോലെ മുത്തുക്കമ്പി ഇടുന്നവരിൽ മോണയിലോ ചുണ്ടിലോ ഒക്കെ മുറിവുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അലൈനേഴ്സ് ഉപയോഗിക്കുന്നവരിൽ അത് കാണാറില്ല. എന്നാൽ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് 3D പ്രിന്റിങ്ങും ഡിജിറ്റൽ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് എക്സ്പെൻസീവും ആണ്. ഏകദേശം ഇത് 30,000 മുതൽ 3 ലക്ഷം വരെയുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ പേഷ്യൻസിനും കസ്റ്റമൈസ് ചെയ്ത് എത്ര ട്രേസ് വേണം, അതുപോലെ എത്ര ഡ്യൂറേഷൻ ആണ്, എത്ര സിവിയറിറ്റി ആണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്, എത്രത്തോളം ക്രൗഡിങ് ഉണ്ട്, ഇവയെല്ലാം നോക്കിയതിനു ശേഷം ആണ് ചിലവ് വരുന്നത്. അതുപോലെ മുകളിലേക്ക് മാത്രം ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് എക്സ്പെൻസ് കുറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഡെന്റിസ്റ്റ് തന്നെ തീരുമാനിക്കും ഇത് എത്ര നാൾ വെക്കണം, എത്ര സെറ്റ് ഓഫ് ട്രേസ് വേണം എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും. അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഡെന്റിസ്റ്റിന്റെ കൺട്രോളിലല്ല, ഇത് പേഷ്യന്റിന്റെ തന്നെ കൺട്രോളിലാണ്. അത് നിങ്ങൾക്ക് ഒരു സെറ്റ് ഓഫ് ട്രേസ് തരും, അത് നിങ്ങൾ സമയാസമയം മാറ്റി വെച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഓരോ 2 ആഴ്ച കൂടുന്തോറും ഓരോ ട്രേസ് മാറ്റി വെക്കേണ്ടതാണ്. ഓരോ ദിവസവും 22 മണിക്കൂർ വെക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. കറക്റ്റായിട്ട് തന്നെ ഈ അലൈനേഴ്സ് യൂസ് ചെയ്താൽ മാത്രമേ പൂർണ്ണമായ റിസൾട്ട് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇത് കറക്റ്റായി യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിസൾട്ട് ലഭിക്കാതെയോ ട്രീറ്റ്മെന്റ് ഡിലേ ആവുകയോ ചെയ്യാം. ഇനിയിപ്പോൾ ഒരു ട്രേ പൊട്ടിപ്പോവുകയോ അതോ വെയർ ഷെഡ്യൂൾ കറക്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയോ ഉള്ള സാഹചര്യങ്ങളിൽ പ്രീവിയസ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ട്രേസ് തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ അഡീഷണൽ എക്സ്പെൻസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഡിലേ ആവാനുള്ള സാധ്യതയുമുണ്ട്. ക്ലിയർ അലൈനേഴ്സ് ആയാലും മുത്തുകമ്പി ആയാലും റിസൾട്ട് കിട്ടിയതിന് ശേഷം ഒറ്റക്കമ്പി ഇടേണ്ടതാണ്.
അതായത് റീറ്റെയിനേഴ്സ് ഇടേണ്ടതാണ്. ഒരു നിശ്ചിത കാലയളവിൽ ഇത് ചെയ്യേണ്ടതാണ്. എന്നാൽ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഓർത്തഡോണ്ടിക് റിലാപ്സ് എന്ന സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് പഴയ അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റിന് പകരമായി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ക്ലിയർ അലൈനേഴ്സ് എന്നുള്ളത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്, എക്സ്പെൻസീവ് ആണ്, എന്നാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും എഫക്റ്റീവ് ആയിട്ടുള്ളതും ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കോ ജോലി ചെയ്യുന്നവർക്കോ ഇത് വളരെയേറെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. ഏതൊക്കെ പ്രായക്കാരിൽ ഇത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ മോണയും പല്ലും എല്ലും ഒക്കെ നല്ല ആരോഗ്യകരമായ അവസ്ഥയിലാണെങ്കിൽ 14 വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയും ഉള്ള ആൾക്കാരിലും അലൈനേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. പേഷ്യന്റിന്റെ പല്ലിന്റെയും മോണയുടെയും സ്കാൻ എടുത്ത ശേഷം ആ സ്കാൻ റിപ്പോർട്ട് ലാബിൽ അയക്കുകയും ലാബ് ടെക്നീഷ്യനും ഓർത്തഡോണ്ടിസ്റ്റും ചേർന്ന് ഒരു ഡിസൈൻ ചെയ്ത് നമുക്ക് ട്രേസ് ക്രിയേറ്റ് ചെയ്ത് എത്ര സെറ്റ് ഓഫ് ട്രേസ് വേണമെന്ന് ഒരു ഡെന്റിസ്റ്റിന് പറയാൻ സാധിക്കും. മെറ്റാലിക് ബ്രേസസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അലൈനേഴ്സ് നമുക്ക് വായു വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും. നിങ്ങളുടെ പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊരു ഡെന്റിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം അലൈനർ ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പാടുള്ളൂ. എത്ര ഡ്യൂറേഷൻ വെക്കേണ്ടി വരും, എത്ര ട്രേസ് ഉപയോഗിക്കേണ്ടി വരും, എന്നാൽ മാത്രമേ നിങ്ങളുടെ പല്ലിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് ഡെന്റിസ്റ്റിന് അറിയാൻ സാധിക്കും. ഇനി ചിലർക്ക് സംശയമുണ്ട്, ഇതിന് പല്ല് എടുക്കേണ്ടി വരുമോ എന്നുള്ളത്. ചില സാഹചര്യങ്ങൾ മാത്രമേ പല്ല് എടുക്കേണ്ടി വരുള്ളൂ. ഭൂരിഭാഗം സമയത്തും നമ്മൾ ഇന്റർ പ്രോക്സിമൽ റിഡക്ഷൻ എന്ന് പറയും. അതായത് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പല്ലുകളുടെ സൈഡിൽ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യങ്ങളിലും പല്ലടിക്കേണ്ടി വരില്ല. ഇതൊരു 4-5 മാസം, ചില സാഹചര്യങ്ങളിൽ 9-10 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കാം. അത് ഓരോരുത്തരുടെ പല്ലിന്റെ ക്രൗഡിങ് അല്ലെങ്കിൽ സ്പേസിങ് എത്രത്തോളം അല്ലെങ്കിൽ സിവിയറിറ്റി ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഡ്യൂറേഷൻ തീരുമാനിക്കുക. അപ്പോൾ ഇന്ന് തന്നെ പല്ലുകൾക്ക് പ്രശ്നമുള്ളവർ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഇതിനുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും എഫക്റ്റീവ് ആയിട്ടുള്ളതും അബ്രോഡ് പോകാൻ താല്പര്യമുള്ളതും അതുപോലെ അബ്രോഡ് ജോലി ഉള്ളവരുമായിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു നൂതനമായ ഒരു സാങ്കേതിക വിദ്യ തന്നെയാണ് ക്ലിയർ അലൈനേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. കൂടാതെ ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റി അറിയണമെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ഫ്രണ്ട്സിനായി ഈ അറിവ് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.